സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ബ്രീഡ് കാണിക്കുന്നുണ്ട്. അതായത് ഹസ്കി കാണിക്കുന്നുണ്ട്, പിന്നെ കേനേഗോസോ, റോഡ് വീലർ, ഡോബർമാൻ്റെ, യൂറോപ്യൻ ഡോബർമാനും അമേരിക്കൻ ഡോബർമാനും കാണിക്കുന്നുണ്ട്. പിന്നെ ജർമ്മൻ ഷെപ്പേർഡ്, ഷിറ്റ്സു, ഗ്രേറ്റ് ഗോൾഡൻ റിട്രീവർ എന്നീ പറഞ്ഞ എല്ലാ ബ്രീഡും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതിനുള്ള പ്രൈസും ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ തന്നെ പറയുന്നതാണ്. മാക്സിമം റേറ്റ് കുറച്ച് നമ്മൾ വീഡിയോ ഇതിലിട്ട് എന്താണ് പപ്പീസിനൊക്കെ മാക്സിമം അഫോർഡബിൾ റേറ്റിൽ. വേണ്ടവർ എന്തായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് പപ്പീസ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ ഡെലിവറി ഉണ്ട്. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് കയറി ചാനൽ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ഡെലിവറി ചെയ്താണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ കൊടുത്തതാണ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേടിച്ച കസ്റ്റമേഴ്സിന് പപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ. അപ്പോൾ ട്രസ്റ്റബിളായിട്ട് എല്ലാവർക്കും ഓർഡർ ചെയ്യാനുള്ളൂ. ഡയറക്റ്റ് നമ്പറും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ചെയ്താൽ മതി. പപ്പീസ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന മാക്സിമം വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളിതിന് ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് ഓരോ ബ്രീഡിനെ പറ്റിയും. ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം നമ്മൾ ഇനിയും നല്ല കിടലം വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ചാനലിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ മാക്സിമം റേറ്റ് കുറച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹസ്കി പപ്പീസ് വന്നത് വോളിക്കോട്ടാണ് തന്നെ. നമ്മളിതിൽ സെമി വോളിക്കോട്ടും കാണിക്കുന്നുണ്ട്. രണ്ട് ടൈപ്പ് കോട്ട് മടയിലുണ്ട്, വോളിക്കോട്ടും സെമി വോളിക്കോട്ടും. ഇത് തന്നെ ബ്ലൂ ഐസ് ആണ് തന്നെ. നമ്മുടെ ബ്ലൂ ഐസും ഓഡായി നോർമലൈസ് ഉണ്ട്. കറന്റ് 35 ഡേയ്സ് മാത്രം പപ്പിക്ക് ഏജ് ആയിട്ടുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റും റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ട്. വേണ്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് മാത്രം നമ്മൾ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇതിന് ടെമ്പറമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആണ്, വളരെ ഇൻഡിലൻ്റ് ആണ്, വളരെ ഒബീഡിയൻ്റ് ആണ്, വളരെ അലർട്ടാണ്. ഇതൊക്കെ തന്നെയാണ് ഈ സൈബീരിയൻ ഹസ്കിയുടെ ടെമ്പറമെൻ്റ് വന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഒരു ഗാർഡ് ഡോഗോ നല്ലൊരു കമ്പാനിയനായിട്ട് ഒരു ബ്രീഡ് നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ സൈബീരിയൻ ഹസ്കി എന്ന് പറയുന്ന ബ്രീഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി ഗാർഡ് ഡോഗായിട്ട് ഉപയോഗിക്കാനുള്ളൂ. ഇതിൻ്റെ ബൈറ്റ് പോസ്റ്റ് 370 PSI തന്നെ, 370 PSI ആണ് ഇതിൻ്റെ ബൈറ്റ് പോസ്റ്റ് തന്നെ. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഗാർഡിങ് എബിലിറ്റി ഉള്ള ഒരു ബ്രീഡ് തന്നെയാണ് സൈബീരിയൻ ഹസ്കി. ഗൈസ്, നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ ഡെലിവറി ഉണ്ട്. ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ പപ്പീസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ കസ്റ്റമേഴ്സ് നമ്മൾ പപ്പീസ് വാങ്ങി അവരുടെ ഫോട്ടോസ് എടുക്കാം, പിന്നെ ജില്ല എവിടേക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് പപ്പീസ് വേണമെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ട് ഓർഡർ ചെയ്യാനുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യുന്നതാണ്, 1 day കൊണ്ട് ഡെലിവറി ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം എബവ് തന്നെ ബ്രീഡ് ആയതുകൊണ്ട് തന്നെ RC റോളിക്കൻ്റെ സ്റ്റാർട്ടറാണ് പപ്പീസിനെ ഫീഡ് ചെയ്യുന്നത്. സൈബീരിയൻ ഹസ്കിയുടെ ഈ പപ്പീസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് സെമി വോളിക്കോട്ട് ആണെങ്കിൽ 35,000, വോളിക്കോട്ട് ആണെങ്കിൽ 50,000 പ്രൈസ് റേഞ്ച് തന്നെ. അപ്പോൾ വേണ്ടൊരു കോൺടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് വാട്സപ്പ് ചെയ്താലും മതി, ഫുൾ ഡീറ്റെയിൽ നമ്മൾ തരുന്നതാണ്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പോൾ വേണ്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നു നല്ല അടിപൊളി ക്വാളിറ്റി കേൻഗോസിൻ്റെ ഓഫീസ് കാണിക്കുന്നത്. വീട്ടിലേക്ക് നല്ല അടിപൊളി ഒരു ഗാർഡ് ഡോഗ്, അത്യാവശ്യം നല്ല ലാർജ് സൈസും ഒട്ടുന്ന മെയിൻ്റെനൻസ് ഇല്ലാത്ത കുറച്ച് ഒരു ഭീകരമായ ഒരു സൈസിൽ വന്ന ഒരു ബ്രീഡ് നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡാണ് കേൻഗോസോ. മെയിലും ഫീമെയിലും എല്ലാം പപ്പീസ് അവൈലബിൾ ആണ്. കറന്റ് ഒരു 40 days മാത്രം പപ്പീസിന് ഏജ് ആയിട്ടുള്ളൂ. വെറും 40 ദിവസം മാത്രം പപ്പീസിന് പ്രായമായിട്ടുള്ളൂ. നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസൊക്കെ പപ്പീസിന് വന്നിട്ടുണ്ട്. പിന്നെ ടെയിലെല്ലാം ക്രോപ്പ് ചെയ്തതാണ്. കേൻഗോസോ അഥവാ ബ്ലാക്ക് പാന്തർ. ഇതിൻ്റെ ടെമ്പറമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഇൻഡിലൻ്റ് ആണ്, വളരെ അലർട്ടാണ്, വളരെ സ്റ്റേബിൾ ആണ്, വളരെ ഈവൻ ടെമ്പേർഡ് ആണ്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടെമ്പറമെൻറ്റ്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ബൈറ്റ് പോസും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൈറ്റ് പോസ് റിമാർക്കബിൾ ആണ്. ഇതിൻ്റെ ബൈറ്റ് പോസ് വന്ന് 700 PSI ആണ് ബൈറ്റ് പോസ് തന്നെ. 700 PSI ആണ് കേൻഗോസിൻ്റെ അഥവാ ബ്ലാക്ക് പാന്തറിൻ്റെ ബൈറ്റ് പോസ് വന്നത്. അപ്പോൾ നല്ലൊരു ഗാർഡിങ് എബിലിറ്റിയുള്ള ബ്രീഡ് തന്നെയാണ്. അപ്പോൾ വീട്ടിലേക്ക് നല്ലൊരു ഗാർഡ് ഡോഗ്, ഒരു പ്രീമിയം ടൈപ്പ് ഗാർഡ് ഡോഗ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രീഡാണ് കേൻഗോസോ. കളർ വന്നത് ബ്ലാക്ക് ആണ് തന്നെ, ഇസ് ബ്ലാക്ക് അല്ല, ചെറിയ വൈറ്റ് ഷെയ്ഡ് കയറിയിട്ടുണ്ട് ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ. പ്രൈസ് റേഞ്ച് വന്ന് 75,000 ആണ്. വേണ്ടൊരു കോൺടാക്ട് ചെയ്യാം. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി റോഡ് വീലറിൻ്റെ ഓഫീസ് കാണിക്കാൻ പോകുന്നത്. റോഡ് വീലറിൻ്റെ ഓഫീസിന് മെയിലും ഫീമെയിലും എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം ആക്റ്റീവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ്. കാരണം ഒരു 35 days മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. വെറും 35 ദിവസം മാത്രം ഏജ് ആയിട്ടുള്ളൂ. വളരെ ആക്റ്റീവാണ് പപ്പി. വീട്ടിലേക്ക് ഒരു ഗാർഡ് ഡോഗായിട്ടോ വാച്ച് ഡോഗായിട്ടോ നോക്കുന്ന കൂട്ടുകാർക്ക് അടുത്തൊരു ഓപ്ഷൻ കൂടിയാണ് റോഡ് വീലർ. നല്ല അടിപൊളി ഗാർഡ് ഡോഗ് തന്നെയാണ്. ഇതിന് ടെമ്പറമെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഇൻഡിലൻ്റ് ആണ്, വളരെ സ്റ്റഡിയാണ്, വളരെ ബ്രേവ് ആണ്, വളരെ ഡിവേറ്റഡ് ആണ്, വളരെ ഒബീഡിയൻ്റ് ആണ്. ഇതൊക്കെ തന്നെയാണ് ഈ റോഡ് വീലറിൻ്റെ ടെമ്പറമെൻറ്റ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഗാർഡിങ് എബിലിറ്റിയുള്ള ബ്രീഡ് തന്നെയാണ് റോഡ് വീലർ. ഇതിൻ്റെ ബൈറ്റ് പോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബൈറ്റ് പോസ് വന്ന് 328 PSI ആണ് വന്നത്. 328 PSI ആണ് റോഡിൻ്റെ ബൈറ്റ് പോസ് വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൈറ്റ് പോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മെയിൻ്റെനൻസ് ഒട്ടും തന്നെ മഞ്ഞില്ല, 0 മെയിൻ്റെനൻസ് ആണ് വരുന്നത്. പപ്പീസിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം എബവ് തന്നെ ബ്രീഡായിട്ട് തന്നെ റോളിക്കൻ്റെ സ്റ്റാർട്ടർ RC ആണ് ഫീഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സ് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം, വൈറ്റമിൻ, അയൺ, ലിബർ ടോണിക്, പിന്നെ സ്കിൻ കോട്ടും സ്കിൻ കണ്ടീഷന് വേണ്ടി
ഫിഷ് ഓയിൽ, ഇതൊക്കെ മെയിൻ സപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്നത്. പപ്പീസിൻ്റെ ഓരോ ഗ്രോത്തിലും ഈ ഫുഡ് പോലെ തന്നെ സപ്ലിമെൻറ്റ്സ് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് സപ്ലിമെൻറ്റ്സ് ഫീഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റോട്ടിൻ്റെ പപ്പീസ് വേണ്ടവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്താൽ വാട്സപ്പ് ചെയ്താലും മതി. നമ്പർ ഞങ്ങൾക്ക് വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഡെലിവറിക്ക് സേഫ് ഫുഡ് എത്തിച്ച് തരുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ റോട്ടിൻ്റെ പപ്പീസോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി പപ്പീസ് തന്നെയാണ് ഗൈസ്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. നല്ല ക്വാളിറ്റി പപ്പീസൊക്കെ നമ്മുടെ ചാനൽ വഴി മാക്സിമം റേറ്റ് കുറച്ച് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ നല്ല ക്വാളിറ്റി മാത്രം പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ക്വാളിറ്റി നമ്മൾ ഗ്യാരണ്ടിയാണ് നമ്മുടെ ഏത് പപ്പീസിനായാലും. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു 1000+ ഫീഡ്ബാക്ക് ഇതിലുണ്ട് നമ്മൾ കൊടുത്തേണ്ട പപ്പീസിൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ. ഇതിന് ഫുഡ് ഫീഡിങ് 4 times ആണ്. ഏത് പപ്പീസിനായാലും ഏത് പീരീഡ് ആയിക്കോട്ടെ 4 times മസ്റ്റായിട്ട് ഫീഡ് ചെയ്യണം. ഒരു 6 മാസം വരെ, ഒരു സെമി അഡൾട്ട് വരെ എന്തായാലും ഈ പറഞ്ഞ 4 times ഫീഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സും കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൈസിൽ നല്ല ക്വാളിറ്റി ആയിട്ട് പപ്പീസ് കിട്ടുന്നതാണ്. ഓരോ സപ്ലിമെൻറ്റും ഓരോ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് ബിയറിൻ്റെ ഈ പപ്പീസിൻ്റെ പ്രൈസ് റേഞ്ച് വന്ന് 18,000 ആണ്. 18,000 റേറ്റ് വന്നെ. മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട്. വേണൊരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഗൈസ്. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഡോബർമാൻ്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഡോബർമാൻ്റെ ഇതിൽ യൂറോപ്യൻ ഡോബർമാനും കാണിക്കുന്നുണ്ട്, അമേരിക്കൻ ഡോബർമാനും കാണിക്കുന്നുണ്ട്. കറൻലി ഒരു 38 days ആണ് ഏജ് തന്നെ, 38 ദിവസമാണ് പ്രായം തന്നെ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പപ്പീസ്. നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസുള്ള പപ്പീസ് തന്നെയാണ്. ഇനി കളേഴ്സ് വന്നത് ലിവർ ആൻഡ് ടാനും ഉണ്ട്, ബ്ലാക്ക് ആൻഡ് ടാനും ഉണ്ട്. 2 കളേഴ്സിലും അവൈലബിൾ ആണ്, യൂറോപ്യനായാലും അമേരിക്കനായാലും. വീട്ടിലേക്ക് ഒരു ഗാർഡ് ഡോഗ്, അത്യാവശ്യം കാണാൻ നല്ല ടെറർ ലുക്കും ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ബ്രീഡ് നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ബ്രീഡ് ചൂസ് ചെയ്യുന്നതാണ്. ഡോർമാൻ്റെ യൂറോപ്യനുണ്ട്, അമേരിക്കനുണ്ട്. യൂറോപ്യൻ നമ്മൾ കുറച്ച് സൈസിൽ വരുന്നതാണ്. കോമ്പൗണ്ടൊക്കെ ഉള്ളവർക്ക് യൂറോപ്യനായിരിക്കും കുറച്ച് നല്ലത്. അല്ലാണ്ട് ചെറിയൊരു കോമ്പൗണ്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തായാലും അമേരിക്കനായിരിക്കും ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തായാലും പ്രോപ്പർ വർക്കൗട്ട് വേണ്ട ബ്രീഡാണ് ഈ ഡോബർമാൻ. പപ്പീസിൻ്റെ എല്ലാ ടൈലും തന്നെ ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇയർ ക്രോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒരു 3 to 4 months ചെയ്യുന്നതൊക്കെ ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ വേണ്ട ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഈ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ 45 days മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങൾ ഏത് ബ്രീഡ് ആയിക്കോട്ടെ എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഈ വാക്സിനേഷൻ ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. കാരണം നിരവധി അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട്. കെനൈൻ ഡിസ്റ്റംബർ, കെനൈൻ പാർവൈറസ് എന്നീ പറഞ്ഞ നിരവധി അസുഖങ്ങൾ ഡോഗ്സിൻ്റെ സ്പ്രെഡ് ആവുന്നുണ്ട്. മാക്സിമം പ്രിവെൻഷന് വേണ്ടിയാണ് നമ്മൾ വാക്സിൻ അടിക്കുന്നത്. അപ്പം മസ്റ്റായിട്ടും 45 days ഏത് ബ്രീഡ് ആയിക്കോട്ടെ വാക്സിനേഷൻ അടിക്കാൻ നോക്കുക. ഡോബർമാൻ്റെ പ്രൈസ് റേഞ്ച് വന്നത് അമേരിക്കനാണെങ്കിൽ 14,000 തന്നെ, യൂറോപ്യനാണെങ്കിൽ 20,000 തന്നെ. വേണ്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്പർ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുറച്ച് പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസിൽ ലോങ് കോട്ട് പപ്പീസും കാണിക്കുന്നുണ്ട്, ബുഷ് കോട്ടും കാണിക്കുന്നുണ്ട്. രണ്ടിലും മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. ഇത് കളർ വരുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ തന്നെ. കോമൺലി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കോമൺ ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക് ആൻഡ് ടാൻ. കറൻലി ഒരു 35 days ആണ് പപ്പീസിന് ഏജ് തന്നെ. 35 ദിവസമാണ് പ്രായം തന്നെ. 35 ദിവസത്തിൽ തന്നെ നല്ല സൈസായിട്ട് പപ്പീസ് വന്നിട്ടുണ്ട്. നല്ല ബോൺ സൈസും നല്ല ഹെഡ് സൈസ് ആയിട്ട് പപ്പീസ് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം നല്ല ബ്ലാക്ക് മാസ്കുള്ള പപ്പീസ് തന്നെയാണ്. പപ്പീസിനെല്ലാം തന്നെ മാസ്കൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് ഒരു പെറ്റായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കമ്പാനിയനായിട്ടോ ഒരു ഗാർഡ് ഡോഗ് ആയിട്ടോ ഒരു ബ്രീഡ് നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്ഷനാണ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസ്. നല്ല രീതിയിൽ ലോയൽ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതോടൊപ്പം തന്നെ ഗാർഡ് ഡോഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം നല്ല ആക്റ്റീവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ്. ഇതിന് ബൈറ്റ് പോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബൈറ്റ് പോസ് വന്ന് 295 PSI തന്നെ, 295 PSI ആണ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ബൈറ്റ് പോസ് വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൈറ്റ് പോസും കാര്യങ്ങളുള്ള ഡോഗ് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ നല്ലൊരു ഗാർഡ് ഡോഗും കമ്പാനിയനോ പെറ്റായിട്ട് നോക്കുന്ന കൂട്ടുകാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. നല്ല രീതിയിൽ ഗാർഡ് ഡോഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ ഡോബർമാനും നേരത്തെ നമ്മൾ കാണിച്ച കെൻഗോസോ പോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡ് നല്ലൊരു ഗാർഡ് ഡോഗ് തന്നെയാണ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 0 maintenance ആണ്. വളരെ ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഇവിടെ തന്നെ മെയിൻ്റെനൻസ് വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് വളർത്താവുന്നുള്ളൂ, വേറെ ഒരു ഇഷ്യൂസ് ഇല്ലാണ്ട്. പിന്നെ ഫുഡ് ഫീഡ് ചെയ്യുന്നത് 4 times എന്തായാലും എല്ലാ ബ്രീഡിനും ഫീഡ് ചെയ്യണം. ഇത് ഒരു മീഡിയം എബോൻ്റെ ബ്രീഡായിട്ട് തന്നെ റോളിക്കിൻ്റെ സ്റ്റാർട്ടർ RC ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ട ഒരു ഡയറക്റ്റ് കോൾ ചെയ്യുക. നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് എല്ലാം മനസ്സിലായിട്ട് മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വീഡിയോയിൽ ഫുൾ ഡീറ്റെയിലും പറയുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ കാണിച്ച എല്ലാ ബ്രീഡിനെ പറ്റിയും അതിൻ്റെ എല്ലാ കാര്യവും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി മാത്രം നിങ്ങൾക്ക് പറ്റിയ ബ്രീഡ് ചൂസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫീമെയിൽ പപ്പീസൊക്കെ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ബ്രീഡിങ്ങിന് വേണ്ടി നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റിയ പപ്പീസ് തന്നെയാണ്. എല്ലാം നല്ല സ്റ്റാക്കും നല്ല ബ്ലാക്ക് മാസ്കുള്ള പപ്പീസ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ല കോട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് കോൾ ചെയ്യുക വേണ്ടവർ. പ്രൈസ് റേഞ്ച് വരുന്നത് ബുഷ് കോട്ട് ആണെങ്കിൽ 15,000, ലോങ് കോട്ട് പപ്പീസ് ആണെങ്കിൽ 20,000 റേറ്റ് തന്നെ. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുക ഗൈസ്. അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഷിറ്റ്സുവിൻ്റെ പപ്പീസൊക്കെ കാണിക്കുന്നത്. കാരണം ഒരു 35 days മാത്രം പപ്പീസിന് ഏജ് ആയിട്ടുള്ളൂ. വെറും 35 ദിവസം മാത്രം പപ്പീസിന് ഏജ് ആയിട്ടുള്ളൂ.
അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഹെയർ ക്വാളിറ്റി ഒക്കെ പപ്പീസിന് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഹെയർ ക്വാളിറ്റി ഉള്ള പപ്പീസ് തന്നെയാണ്. ഇതുപോലെ ട്രിപ്പിൾ കോട്ടിങ് തന്നെ നല്ല കോട്ടിങ് ആണ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എല്ലാം നല്ല ഗൂഗിൾ മാർക്കിങ്ങും നല്ല ബോഡി മാർക്കിങ്ങുള്ള പപ്പീസ് തന്നെയാണ്. 2 ലിറ്റർ പപ്പീസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇത് വന്നത് ജസ്റ്റ് ഒരു 32 ഡേയ്സ് മാത്രമേ ഏജ് ആയിട്ടുള്ളൂ. 2 ലിറ്ററിൽ നല്ല പപ്പീസ് തന്നെയാണ്. എല്ലാത്തിനും നല്ല പെർഫെക്റ്റ് മാർക്കിംഗ് ആണ് വന്നതാണ്. പിന്നെ ഇതിന് കളർ ഒന്ന് ട്രൈ കളർ തന്നെ, എല്ലാം നല്ല ട്രൈ കളറുള്ള പപ്പീസ് തന്നെയാണ്. മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട്. വീട്ടിലേക്ക് ഇൻഡോറിൽ, അതായത് വീടിനുള്ളിൽ അത്യാവശ്യം കാണുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ബ്രീഡൊക്കെ നോക്കുന്ന കൂട്ടുകാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബ്രീഡാണ് ഷിറ്റ്സുവിൻ്റെ ഈ പപ്പീസ്. കിഡ്സിനൊക്കെ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കാൻ പറ്റിയ ബ്രീഡ് തന്നെയാണ്. ഇത് വന്നത് ഹൈപ്പ് പോലെ കാണും. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ അലർജി ഉള്ളവർക്കായാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഹെയർ ആയാലും അങ്ങനെ ഷെഡ് ആവില്ല ഹൈപ്പോയിലേക്ക് ആയതുകൊണ്ട് തന്നെ. നോർമലി നമ്മൾ ഹെയർ ബ്രീഡൊക്കെ വളർത്തുമ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്തുമ്പോൾ ഹെയർ ഷെഡിങ് ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് വന്നത് ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. കാരണം ഷിറ്റ്സു ഹൈപ്പോയിലേക്കാണ്, അപ്പോൾ തന്നെ ഹെയർ ഷെഡിങ്ങും ഉണ്ടാവില്ല. പിന്നെ മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിൽ ആകെ മെയിൻ്റെനൻസ് വന്ന് ഹെയറിന് മാത്രമേ ഉള്ളൂ. ഹെയർ ജസ്റ്റ് ഗ്രൂം ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ പ്രൈസ് വന്ന് 20,000 തന്നെ. വേണ്ട ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഗൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഗ്രേഡിൻ്റെ പപ്പീസൊക്കെ കാണിക്കാൻ പോകുന്നത്. വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സൈസ് ഒരു ലാർജസ്റ്റ് കാറ്റഗറിക്ക് ഒരു ബ്രീഡ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് നമ്മുടെ ഗ്രേഡിൻ്റെ ഈ പപ്പീസ്. വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ബ്രീഡ് എന്ന് അറിയപ്പെടുന്നതാണ് ഈ ഗ്രേഡ്. നല്ല സൈസായിട്ട് വരുന്നതാണ്. ഗ്രേഡിൻ്റെ മെയിനായിട്ടുള്ള ടെമ്പർമെൻറ്റ് നോക്കുകയാണെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ ലോയലാണ്, വളരെ ഒബീഡിയൻ്റ് ആണ്, വളരെ അലർട്ടാണ്, വളരെ ഫീൽലെസ് ആറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ തന്നെയാണ് ഗ്രേഡിൻ്റെ മെയിനായിട്ടുള്ള ടെമ്പർമെൻറ്റ്. ഈ ഒരു ടെമ്പർമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്രേഡ് നല്ലൊരു ഗാർഡ് ഡോഗ് ആയിട്ടോ നല്ലൊരു പെറ്റായിട്ടോ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താവുന്നതാണ്. നല്ല അടിപൊളി പെറ്റ് തന്നെയാണ് ഗ്രേഡ്. നല്ല ലോയലാണ്. ഓണേഴ്സിനകത്ത് വളരെ ലോയലുള്ള ബ്രീഡ് തന്നെയാണ്. മെയിൻലി ഗ്രേഡിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള കളർ നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഫോൺ വിത്ത് ബ്ലാക്ക് മാസ്ക്. എല്ലാം നല്ല മാസ്കുള്ള പപ്പീസ് തന്നെയാണ്. പിന്നെ ബ്ലാക്ക് ഉണ്ട്, ഇസ് ബ്ലാക്കും പപ്പീസ് നമ്മുടെ അവൈലബിൾ ആണ് ഗ്രേഡിന് തന്നെ. അപ്പോൾ നല്ലൊരു ഗാർഡൻ പർപ്പസിനൊക്കെ നോക്കുന്ന കൂട്ടുകാർക്ക് എന്തായാലും ഇതൊരു ഓപ്ഷനാണ്. അപ്പോൾ വേണ്ട ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, ഒന്നൊരു ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി. നമ്മൾ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രേഡിൻ്റെ. പിന്നെ ഇതിൻ്റെ ഫുഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇതൊക്കെ തന്നെയാണ്. ഒരു ലാർജ് കാറ്റഗറി കൊണ്ട് തന്നെ RC നമ്മൾ ഫീഡ് ചെയ്യുന്നത്. റോൾക്കലിൻ്റെ സ്റ്റാർട്ടറാണ് ഫീഡ് ചെയ്യുന്നത്. റോൾക്കലിൻ്റെ സ്റ്റാർട്ടർ നല്ല രീതിയിൽ സൈസായിട്ട് കയറി വരുന്നതാണ് ഈ ലാർജ് കാറ്റഗറിക്ക് വരുമ്പോൾ. ഗ്രേഡിൻ്റെ പ്രൈസ് റേഞ്ച് 25,000 ആണ്. വേണ്ട ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ജൈസ്, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസ് കാണിക്കാൻ പോകുന്നത്. ഇത് കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഡാർക്ക് ഗോൾഡൻ വരുന്നുണ്ട്, ലൈറ്റ് ഗോൾഡൻ വരുന്നുണ്ട്. 2 കളേഴ്സിലും മെയിലും ഫീമെയിലും എല്ലാം അവൈലബിൾ ആണ്. വീട്ടിലേക്കൊരു നല്ല കമ്പാനിയനായിട്ടൊരു അല്ലെങ്കിൽ ഒരു പെറ്റായിട്ടൊരു ബ്രീഡ് നോക്കുന്ന കൂട്ടുകാർക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവറിൻ്റെ ഈ പപ്പീസ്. പിന്നെ വളരെ ലോയലാണ്. ഓണേഴ്സിനൊക്കെ അടുത്ത് വളരെ ലോയലുള്ള ബ്രീഡ് തന്നെയാണ്. ജസ്റ്റ് ഒരു അലാം പോലെയൊക്കെ യൂസ് ചെയ്യാം. സ്ട്രേഞ്ചേഴ്സൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു അലാം പോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവറിൻ്റെ ഈ പപ്പീസ്. ഗൈസ്, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. കാരണം നമ്മൾ ഇനി നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കിലൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല നല്ല ക്വാളിറ്റി പപ്പീസൊക്കെ വളരെ റേറ്റ് വെച്ച് തന്നെ ചെയ്യുന്നതാണ് വീഡിയോസ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്, എവിടെയും ഡെലിവറി ചെയ്യാം പപ്പീസ്. ടോട്ടലി എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും പപ്പീസ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടൊരു ഓർഡർ ചെയ്യുക, ട്രസ്റ്റബിളായിട്ട് ഓർഡർ ചെയ്യാൻ ഡെലിവറിക്ക് സേഫ് എത്തിച്ചേരുന്നതാണ്. ഗോൾഡൻ റിട്രീവറിൻ്റെ ഈ പപ്പീസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 20,000 തന്നെ, 20,000 റേറ്റ് തന്നെ. അപ്പോൾ വേണ്ടൊരു ഡയറക്റ്റ് കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക ചെയ്യാം. ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ഗൈസ്, സ്റ്റേ ട്യൂൺ ഗൈസ്, ബൈ ബൈ.